അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി ചെറിയ അച്ചാറിൻ്റെ രുചി ഒന്ന് നോക്കിയേക്കാം. അതെ, ഉള്ളൂ. ചൂടാണോ? ചൂടാണോ? മതി 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 മതി. നല്ല ചൂടുണ്ട്. ഉണ്ട്. സൂപ്പർ അച്ചാറാട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മേരിയമ്മച്ചി നമുക്ക് വേണ്ടി ഒരുപാട് അച്ചാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വ്യത്യസ്തമായിട്ട് ഉണക്കമുന്തിരി കൊണ്ടുള്ള ഒരു അച്ചാർ അല്ലേ? അതെ. ഉണക്കമുന്തിരി അധികം ഒന്നും അച്ചാറിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ മേരിയമ്മച്ചി നമുക്ക് വേണ്ടി ഉണക്കമുന്തിരി അച്ചാറിടാണ്. ഈ ഉണക്കമുന്തിരി അച്ചാറിടുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇതിന് വേണ്ടത് ചെറിപ്പഴം വേണം. ചെറിയ ഉണക്കമുന്തിരി അച്ചാറിടുമ്പോൾ ചെറിപ്പഴം വേണം. അത് വേണം, അത് വേണം. പിന്നെ ഉണക്കമുന്തിരി വേണ്ടേ? ഉണക്കമുന്തിരി വേണം. ഉണക്കമുന്തിരി ഇടുമ്പോൾ വേണ്ടതാണ്. അതിന് വെളുത്തുള്ളി, ഇഞ്ചി വേണ്ട. പിന്നെ കായം, ഉലുവ, ചെറുനാരങ്ങ, മുളക് പൊടി. പിന്നെ നമ്മുടെ നല്ലെണ്ണ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിനാഗിരി കാര്യങ്ങളൊക്കെ തന്നെ. അതെ. സോസ് വേണം. സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ ഉണക്കമുന്തിരി അച്ചാറിനെ ഉണക്കമുന്തിരി നമ്മൾ നേരത്തെ അതിന്റെ ഞെട്ടൊക്കെ വല്ലതും ഉണ്ടല്ലോ, അതൊക്കെ അടത്തി കഴുകി വാർന്ന് വെള്ളം വയ്ക്കണം. ഈ അച്ചാറിന് മധുരമായിരിക്കുമോ? മധുരമുണ്ട്. മധുരമുള്ള അച്ചാറുകൾ നല്ലതാണ്. നേരത്തെ ഇട്ടിട്ടുണ്ടോ ഇങ്ങനെ? ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള. അതാ ഞാൻ ഇതിലാന്ന് വെച്ചത്. അതെ. ഓക്കെ, ഇന്ന് നമുക്ക് ഉണക്കമുന്തിരി അച്ചാറായിട്ട് നോക്കാം. ആയിക്കോട്ടെ. അതെ. സ്റ്റൗ എത്തിക്കട്ടെ. നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അച്ചാറുകൾക്കെല്ലാം നല്ലെണ്ണയാണ്. അല്ലെങ്കിൽ വേറെ എണ്ണകൾ ചേർത്താൽ അച്ചാറുകൾ കൂടുതൽ നാളെ കേടുകൂടാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും അച്ചാറുകൾക്ക് നല്ലെണ്ണ ചേർക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തോരം ഉണക്കമുന്തിരി എടുത്തിട്ട് അതിനുള്ള അച്ചാർ ഇടുന്നത്? ഇത് ഒരു 100 ഗ്രാമേ ഉള്ളൂ. 100 ഗ്രാം. 100 ഗ്രാമിന് ഒരു തരം ഒരു കുടം വെളുത്തുള്ളി. അതെ. നമുക്ക് ഇത് അല്പം വഴന്നിട്ടുണ്ട്. നമുക്കിനി ചെറി. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ചെറിയും കൂടെ ഇട്ട് ഇളക്കുക. തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിരിക്കും. ഇതിപ്പോൾ ഈ വെളുത്തുള്ളിയും ചെറുകട കിടക്കുന്നതാണ് തന്നെ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇനി മുന്തിരിങ്ങയും കൂടെ വന്നു കഴിയുമ്പോൾ വേറൊരു രസമാണ്. ഇത്ര നേരമൊക്കെ ഇത് ചൂടാകുമ്പോഴേ ഈ ചെറിയൊക്കെ പെട്ടെന്ന് ഇതായി പോകല്ലേ? എങ്ങനെ ട്രൈ ആകലെന്നോ? ഇല്ല. അതിപ്പോ ഇങ്ങനെ ആയി വന്നിട്ടുണ്ടല്ലോ. ഇത് ഒരു ചെറിയ തീയിലല്ലേ നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇടാം. 3 സ്പൂണ്. നമുക്കിതിലേക്ക് കായപ്പൊടി ഒരു കുറച്ച് മതി. കുറച്ച് കായപ്പൊടി, പിന്നെ ലേശ ഉലുവാപ്പൊടി. അതൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ചെറുതായിട്ട് ഒരു മേമ്പൊടി പോലെ അതൊക്കെ മതി. പിന്നെ നമുക്ക് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്. അതെ. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റമായ മുന്തിരിങ്ങ
മുന്തിരിങ്ങ ഒരുമാതിരി ഒന്ന് വീർത്ത് വരണം. ചൂട് നന്നായിട്ട്. അതെ, ചൂട് നന്നായിട്ട്. അപ്പോൾ എത്ര സമയം വെക്കേണ്ടി വരും? അതൊരു 5 മിനിറ്റ് വേണ്ട. ഏറെക്കുറെ 5 മിനിറ്റ് മതി, അത്രേ ഉള്ളൂ. ഫുൾ തീര് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ചാൽ മതി. ഏകദേശമായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തേക്ക് നമുക്ക് 2 നാരങ്ങയുടെ നീര് ഇതിനകത്തോട്ട് ഒഴിക്കാവോ? മുറിച്ചിട്ട് തരാം. മുറിച്ച് തരണോ? പിഴിഞ്ഞൊഴിക്കാനാ? പിഴിഞ്ഞൊഴിക്കണം. പിഴിഞ്ഞാൽ പോരാ? അതെ, 2 നാരങ്ങ പിഴിയാനുള്ളത്. 2 നാരങ്ങ പിഴിയാനുള്ളത്. നാരങ്ങയും ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സോസ് പിടിക്കാം. ഇതൊരു 2 സ്പൂൺ മതി. ഇത് ടൊമാറ്റോ സോസാ? ടൊമാറ്റോ സോസാ. സോസിന് വരാൻ മടിയാണ്. അതെ, ഒരു ബലപ്പെടുത്തം. അതെ, ഒരു ബലപ്പെടുത്തം. ഇത് 2 സ്പൂൺ മതി. അത് ശരിക്കും ഇത് ഒരു ഉണക്കമുന്തിരി ചെറിയ അച്ചാറാണല്ലേ? ചെറിയ അച്ചാറാണ്. അതെ അതെ. ഉണക്കമുന്തിരി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടെന്നു. അതെ തന്നെ. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കഴിഞ്ഞു അല്ലേ? ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി സുർക്ക. അത് 2 സ്പൂണാ? അത് 2 സ്പൂൺ മതി. അപ്പം നമ്മുടെ ചേരുവകളെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറച്ചും കൂടെ വേണം. സ്വല്പം കൂടെ വേണം. എനിക്കത് കൂട്ടി നോക്കൊന്നും വേണ്ട. മണം കൊണ്ടറിയാലേ? അതെ അതെ. നമ്മളിതിൽ കറിവേപ്പില ഇടുവല്ല? ഇല്ല ഇല്ല ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. കറിവേപ്പില നല്ലതാണെങ്കിലും എല്ലാ അച്ചാറുകളിലും ചേർക്കാറില്ല. ഇല്ല. ഇതിപ്പം അച്ചാർ റെഡിയായി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് എടുത്ത് ഭരണികളിലാക്കുക, ഉപയോഗിക്കുക. അപ്പം നമ്മുടെ അച്ചാർ റെഡിയാണ്. അതെ. ഓക്കെ, ഒന്ന് രുചി നോക്കാം. അപ്പം നമ്മുടെ ഉണക്കമുന്തിരി ചെറിയ അച്ചാറിൻ്റെ രുചി ഒന്ന് നോക്കിയേക്കാം. അതെ. ചൂടാണോ? മതി. നല്ല ചൂടുണ്ട്. സൂപ്പർ അച്ചാറാട്ടോ. ഉപ്പൊക്കെ മതിയോ? ഞാൻ ആദ്യമായിട്ടാണ് ഉണക്കമുന്തിരിൻ്റെ അച്ചാർ കഴിക്കുന്നത്. ഉപ്പൊക്കെ മതി. പിന്നെ അതിനിടയ്ക്ക് ആ ചെറിയ കൂടെ കടിക്കുമ്പോൾ ഒരു മധുരവും കിട്ടും. നല്ല. പിന്നെ അതായത് പുളിയുണ്ട്, മധുരമുണ്ട്, എരിവുണ്ട്. പിന്നെ എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്ക് നല്ലൊരു
ഒരു വെറൈറ്റിയാണ്. അതെ അതെ, അത് പിള്ളേർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്. അത് പിള്ളേർക്ക് ഈ മധുരം ഉള്ളത് കൊണ്ട് ഇഷ്ടമാണ്. സാധാരണ പിള്ളേരൊന്നും അച്ചാറൊന്നും കഴിക്കാത്തത്, ഇത് നന്നായിട്ട് കഴിക്കും. അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. ഇനി വേറെ ഒന്നിന്റെയും കൂടെ അല്ലെങ്കിൽ പോലും അച്ചാർ തന്നെ തിന്നുകൊണ്ട് നടക്കും. അതെ അതെ. അപ്പോൾ എല്ലാവരും ഈ അച്ചാറിട്ട് നോക്കുക. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റും കൂടെ ഞാൻ പ്രതീക്ഷിക്കുവാണ്. എന്നാലും നമുക്ക് ഈ ചെറിയ ഉണക്കമുന്തിരി അച്ചാർ എങ്ങനെയുണ്ടെന്നുള്ളത് അതെ അതെ ഇട്ട് നോക്കിയിട്ട് അല്ലേ എല്ലാവരും നമുക്കൊരു പ്രോത്സാഹനം തരിക. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വരാം അല്ലേ? എല്ലാവർക്കും ഒരു ബൈ.